നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെയാണ് കിടന്നുറങ്ങുന്നത് എങ്കിൽ അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നത്. കുട്ടികൾ വാ തുറന്ന് ഉറങ്ങുന്നത് അത് വളരെയധികം ക്യൂട്ടായിട്ടും അത് നോർമലായിട്ടുമാണ് എല്ലാ പാരൻസും വിചാരിക്കുന്നത്. പക്ഷേ കുട്ടികൾ വാ തുറന്ന് ഉറങ്ങുക അല്ലെങ്കിൽ മൗത്ത് ബ്രീത്തിങ്, അതായത് വായ തുറന്നുറങ്ങി വായിലൂടെ ശ്വസിക്കുക, അതെല്ലാം ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ നാവ് റെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പാലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അണ്ണാക്കിന്റെ അവിടെയാണ് റെസ്റ്റ് ചെയ്യുക. അതേസമയം നമ്മൾ വാ തുറന്ന് വെച്ച് ഉറങ്ങുമ്പോൾ നാവിന്റെ പൊസിഷൻ കുറച്ചുകൂടെ പുറത്തേക്ക് വരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മേൽത്താടിയലിനെയൊക്കെ നല്ലോണം അകത്തേക്ക് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ടങ് ഉണ്ടെങ്കിൽ ടങ് നല്ല സ്ട്രോങ് മസിലാണ്, ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. അതേസമയം നമ്മുടെ നാവ് മുന്നോട്ട് ഇരിക്കുകയാണെങ്കിൽ ആ പാലറ്റ് വളരെയധികം മുന്നോട്ടായി ആയിപ്പോയി വരും. അപ്പോൾ ആ ആളുകളുടെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൂർത്തിരിക്കും കുട്ടികളുടെ. അപ്പോൾ അത് ഗ്രോയിങ് ചിൽഡ്രൻ ആകുമ്പോൾ അത് വളർച്ച മുന്നോട്ട് വരികയും അതുപോലെ തന്നെ അവരുടെ പല്ലുകൾക്ക് ഈ ഇടം പല്ല് വരുന്ന പോലെ പല്ലുകൾ കയറി ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വാ തുറന്ന് ഉറങ്ങുമ്പോൾ അവരുടെ വായിൽ എപ്പോഴും ഡ്രൈനസ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ മുഖത്തിന്റെ ഷേപ്പ് ലോങ് ഫേസസ് ആയിരിക്കും, നീളമുള്ള ഫേസുകളായിരിക്കും. ഇതിനൊക്കെ ഉള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ചിലപ്പോൾ അഡിനോയിഡ് ഇഷ്യൂസ് ആയിരിക്കാം, അതല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർലി ശ്വസിക്കാൻ പറ്റാത്തതായിരിക്കാം. അത് എന്താണ് അതിനുള്ള കാരണം, അവർ വാ തുറന്ന് വെച്ച് ഉറങ്ങാനുള്ള കാരണം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ മൗത്ത് ബ്രീത്തിങ് ചെയ്യുന്നുണ്ട്, വാ തുറന്ന് വെച്ച് ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി അതിനൊരു ആക്ഷൻ എടുക്കുക, ട്രീറ്റ് ചെയ്യുക.